ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ജിസ്മോളും ഭർത്താവും തമ്മിലുള്ള അവരുടെ മാരേജ് സമയത്തെടുത്ത വീഡിയോസും കാര്യങ്ങളുമാണ്. അതാണ് ഇപ്പം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ഭയങ്കരമായിട്ട് ചിലവ് നടത്തിയ ഒരു കല്യാണമായിരുന്നു അത്. എന്നിട്ട് പോലും അവസാനം ഇങ്ങനെയാണ് വന്നെത്തിയെന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത്. ഈ ഒരു വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എന്ത് ആഡംബരമായിട്ടാണ് കല്യാണമൊക്കെ നടത്തിയത്. കണ്ടാൽ തന്നെ കുടുംബക്കാരൊക്കെ ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെയാണ്. പക്ഷേ ഒരു മരുമോൾ കയറി വന്നപ്പോഴത്തേന് ആ ഒരു കുടുംബത്തിലെ അമ്മായിയമ്മ അതുപോലെ തന്നെ ഈ ഒരു ഭർത്താവിൻ്റെ സഹോദരിയൊക്കെ ചേർന്നിട്ട് ആ ഒരു ജിസ്മോളെ എന്തൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ മൊത്തം ഉപദ്രവിച്ചിട്ടുള്ള കൂട്ടരാണ്. അതും ഈ ഒരു സമയത്ത് മെയിനായിട്ട് കുത്തിപ്പൊങ്ങി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി, അതായത് ജിസ്മോൾ തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റൊക്കെയാണ്. അത് 2 വർഷം മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിൽ ഇട്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണമുള്ള വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ സ്നേഹമുള്ള വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ ഒരു സമയത്ത് 2 വർഷം മുമ്പേ ഇത്ര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ജിസ്മോൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എത്ര നാളായിട്ട് ഈ ഒരു ഉപദ്രവമൊക്കെ തുടരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും നാളും പിടിച്ചു നിന്നിട്ട് അവസാനമാണ് സഹിക്കാൻ വയ്യാതെയാണ് ഈ ഒരു കാര്യം ജിസ്മോൾ ചെയ്യുന്നത്. അതും സ്വന്തം കുട്ടികളെയും കൊണ്ട് ചെന്നിട്ടാണ് ആറ്റി ചാടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അമ്മായിയമ്മ ഈ ഒരു ജിസ്മോളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നീ എൻ്റെ മോനൊട്ടും മാച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുത്തി നോവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇതെന്തുമാത്രം ശരിയാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേന് കുറേയധികം വീഡിയോ കണ്ടവരൊക്കെ എല്ലാം പറയുന്നത് ജിസ്മോളിനെ കാണാൻ എന്ത് സുന്ദരിയാണ് എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു ഹസ്ബൻഡായിട്ടുള്ളവനെ കാണാൻ എന്താണ് എന്നൊക്കെ ചോദിച്ച് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇത്രയ്ക്ക് എന്താ ജിസ്മോൾ ഇത്ര ദേഷ്യം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതും അമ്മായിയമ്മയ്ക്കുണ്ട്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പെങ്ങൾക്കുണ്ട്. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. അതും ഭർത്താവൊക്കെ ഉപദ്രവിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അമ്മായിയമ്മ ഭയങ്കരമായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ജിസ്മോൾ ഇത് വീട്ടിൽ നിന്നും അധികം പറയുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായതും എന്ന് പറയുന്നത്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടിയുടെ കാര്യം കുറേ വട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അച്ഛനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഇത് കണക്ക് മുഖത്തൊരു പാടുണ്ടായിരുന്നു. ആ ഒരു പാട് എന്താണെന്ന് അച്ഛൻ ചോദിച്ച സമയത്ത് ഇത് കണക്ക് വീണതാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ജിസ്മോൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് ഇത് കണക്ക് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമാവും, എനിക്ക് അവിടെ തന്നെ ജീവിക്കാനുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അച്ഛൻ ഒന്ന് കുറച്ച് ഇതൊക്കെ ഒന്ന് ആ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും കുറച്ച് ദേഷ്യപ്പെട്ടോ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ കൊടുത്തിരുന്നാൽ പോലും മതിയായിരുന്നു. അതുപോലെ തന്നെ ജിസ്മോളുടെ കാര്യം പറഞ്ഞാൽ ഒരു മെമ്പറൊക്കെ ആയിരുന്നു. അത്രയും ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ സമൂഹത്തിലെ നല്ല ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോഴത്തേനും ഇങ്ങനെയുള്ള ഒരാൾ പോലും ഈ ഒരു ദുർബല ആയി പോവാന്ന് പറയുമ്പോഴത്തേന് അപ്പോൾ ബാക്കിയുള്ളവരെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുറേയധികം പേരുണ്ട് ഇത്രയും പ്രൊഫഷനായിട്ട് ഭയങ്കര സെല്ലോ ഒന്നും ആവാത്തവരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ അപ്പോൾ എന്തുമാത്രം ദുരിതത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇപ്പം ജിസ്മോളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഡ്വക്കേറ്റാണ്, സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പോലും ഈ ഒരു കാര്യമാണ് അവസാനം ചെയ്തത്. അപ്പം സാധാരണ നിലയിലുള്ള അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും, അവരവസ്ഥയെന്ന് പറയുമ്പോഴത്തേന് അവരെല്ലാം ഇത് കടിച്ചു പിടിച്ച് നിൽക്കുകയേ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക, നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാം. അവരെന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കാര്യം നോക്കാൻ പറ്റും ഒറ്റയ്ക്ക് തന്നെ. ഇതിപ്പോൾ അവർ എല്ലാവരും കൂടുതൽ പേര് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതും ഭർത്താവും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും എങ്ങനെ ജീവിക്കും എന്നൊക്കെ കുറേയധികം പേര് ചിന്തിക്കുന്നവരുണ്ടാവും. അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും പേടിക്കണം, നിങ്ങൾക്ക് ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ജിസ്മോളുടെ കാര്യം എടുത്ത് അഡ്വക്കേറ്റാണ്, സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും ഈ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ വീട്ടുകാരെ സപ്പോർട്ട്, എനിക്ക് വീട്ടുകാർ കുറച്ചും കൂടി നല്ല രീതിയിൽ ജിസ്മോളുടെ കാര്യം ഒന്ന് തിരക്കിയിരുന്നു, അല്ലെങ്കിൽ ആദ്യമേ ഇതൊക്കെ അറിഞ്ഞ സമയത്തൊന്ന് വാണിംഗ് ചെയ്തെങ്കിൽ ഇത്രയും വരുമോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു ഇതാണെങ്കിൽ ജിസ്മോളെ ഉണ്ടെങ്കിൽ അവരെ കുടുംബത്തിൻ്റെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും വരുമ്പോഴത്തേന് വെളിയിലൊന്നും വിടത്തില്ല. ഭർത്താവ് പറയും പോകണ്ട എന്നുള്ളൊരു കാര്യം, പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ തടയും, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കള്ളം പറഞ്ഞിട്ടാണ്
പല ഫംഗ്ഷനിലും പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് എന്തിനാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടിയുള്ള ആക്ഷനും കാര്യങ്ങളും എടുക്കുക. അതൊരു സഹോദരൻ എന്ന നിലയിലാണെങ്കിലും പറ്റത്തില്ല, ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലയിലാണെങ്കിൽ അവർ ഡിവോഴ്സ് ആവുക എന്നുള്ളൊരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ അവസാനം 3 ജീവനുകളാണ് പോയത്. ആർക്കാണിപ്പോൾ നഷ്ടം? ആ ഒരു സമയത്തെ ഇത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ചിലപ്പോൾ ഡിവോഴ്സ് ആവും, ചിലപ്പോൾ നാട്ടുകാർ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും എന്ന് പറഞ്ഞ് ജീവൻ പോകത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു നിലയിലേക്ക് എത്തി. അത് കുറച്ചധികം ഈ ഒരു കുടുംബക്കാരുടെ കയ്യിലും ഉണ്ട് എന്ന് തന്നെ പറയണം. കാരണം അവർ കുറച്ച് സാധാരണ എല്ലാ ഫാമിലിയിലുള്ള ഇപ്പം എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു നിങ്ങൾ ഒന്നിച്ച് പോകണം, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കണം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എല്ലാ ഫാമിലിയിലും ഇത് നടന്നു പോകുന്നതാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെ നിന്നതാണ് ഈ ഒരു പ്രശ്നത്തിൽ അയക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു വീഡിയോസ് കാണുന്ന നിങ്ങൾക്കറിയാവുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുക. ഇത് കണക്ക് അനുഭവിക്കുന്നവരുണ്ട്, അവരുടെ അടുത്ത് പറയുക. ഇപ്പം നിങ്ങൾ ഡിവോഴ്സ് ആയി ചിലപ്പോൾ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഈ ഒരു റിലേഷനിൽ തന്നെ തുടർന്ന് അവസാനം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പോലും കാണത്തില്ല. പക്ഷേ ഇതിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് പിന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ റിലേഷനിലൂടെയൊക്കെ പോകുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം കല്യാണം കഴിച്ചു, അതായത് നല്ല ഒരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു സൂപ്പർ ലൈഫായിരിക്കും. നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും എല്ലാം കാണും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മൊത്തം നശിച്ചോ, നിങ്ങൾക്ക് പിന്നെ മുമ്പോട്ടോ ലൈഫോ കാണത്തില്ല. അതിൽ നിന്ന് വെളിയിലിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം നല്ലോണം ജീവിക്കാൻ പോലും പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പാർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ലൈഫിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആദ്യമേ നിങ്ങൾക്കത് വേണ്ടത് ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടത്. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുക സ്വന്തം കാലിൽ. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതി വേണം. അത് എന്നാലേ മാത്രമേ നിങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പൈസ കൊണ്ട് തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും വരും. സോ ഈ ഒരു ജിസുമോളുള്ള ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പും ഒരു കേസ് കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതും ഇതേ കണക്ക് ഭർത്താവിൻ്റെ ക്രൂരത കാരണമാണ്. ആ ഒരു ഇതേ കണക്ക് തന്നെ ട്രെയിനിൻ്റെ മുമ്പിലായിരുന്നു അതും. അപ്പോൾ അത്രമാത്രം എന്തെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ട്. ഇപ്പം ഇത് അറിയുന്നതുകൊണ്ടാണ്, ഇങ്ങനത്തുള്ള സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അറിയാത്ത എത്രയോ വീടുകളിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രമാത്രം നടക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും ഇങ്ങനത്തുള്ള ആക്സിഡൻസോ ഇങ്ങനത്തൊന്നും വരാത്തതുകൊണ്ടായിരിക്കാം ഇതൊന്നും അറിയാത്തത്. അല്ലാത്ത പക്ഷേ എത്ര പേരുണ്ട് വെളിയിൽ പറയാതെ ഈ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ ഓർത്ത് അങ്ങനെ ജീവിച്ചിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ചിലപ്പോൾ കുടുംബക്കാരെന്ത് പറയും, അല്ലെങ്കിൽ ഇനി ഡിവോഴ്സായി എന്ത് പറയും എന്നുള്ളൊരു കാര്യമൊക്കെ തോന്നിയിട്ടായിരിക്കും കുറേയധികം പേര് അത് ചെയ്യാത്തത് പോലും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്നാലും ജിസുമോളെ പറ്റിയുള്ള ഇനി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. സോ ഓക്കെ, ബൈ ബൈ.